ഈ വിശുദ്ധമാകുന്ന കലിമത്ത് തയ്യിബ നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് അള്ളാഹുവിനോടും അവന്റെ ഹബീബിനോടും ശരിയായിരിക്കുന്ന മഹബത്താണ് അവൻ നമുക്ക് നൽകുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഒരുപക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. നമ്മൾ മദ്രസയിൽ ചെറുപ്പത്തിലൊക്കെ പഠിച്ച് കാണാപ്പാട് ഓർമ്മയുള്ള വിഷയമാണ്. എന്നിരുന്നാൽ പോലും ഇത് ശരിയായിരിക്കുന്ന രൂപത്തിൽ മനസ്സിലാക്കാത്തതിന്റെ പേരിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കേടുകൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ മശായിഖുമാരുടെ ബന്ധത്തിൽ വന്നപ്പോഴാണ്. നമുക്കറിയാലോ, നമ്മുടെ നിസ്കാരം പോലും കേവലം ഒരു ആക്ടിംഗ് ആയി, ഒരു ചടങ്ങ് നിർവഹിക്കുക എന്നല്ലാതെ ആവേശത്തോടു കൂടെ അല്ല നമ്മൾ നിസ്കരിച്ചിരുന്നത്. എന്നാൽ പല കാര്യങ്ങളും ആവേശത്തോട് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ വിവാദത്തുകൾ ആവേശത്തോടു കൂടല്ല, അതൊരു തടിമൊരു ചടങ്ങ് നിർവഹിക്കുന്നത് പോലെ ചെയ്ത് തീർന്ന നമുക്കൊരു സമാധാനമാണ്. ഇനി നിസ്കാരം ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് തീർത്ത് കിട്ടിയ സമാധാനമാണ്. നമ്മൾ സാധാരണ പറയലോ അങ്ങനെ തന്നെയാണ്, നിസ്കാരം കഴിക്കാൻ പിന്നെ നമുക്ക് ഭക്ഷണമൊക്കെ നമുക്ക് കഴിക്കാതെ റാഹത്തായിട്ടുണ്ട്. സാധാരണ റാഹത്തായിട്ട് ചെയ്യേണ്ട പണി ഭക്ഷണം കഴിക്കൽ നിസ്കരിക്കലാണല്ലോ. നമ്മൾ പറയേണ്ടത് എന്തായിരുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് റാഹത്തായിട്ട് നിസ്കരിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇബാദത്തുകളിൽ ലദ്ദത്തൊക്കെ അനുഭവിക്കാതിരിക്കാൻ കാരണം എന്താണ്? യഥാർത്ഥത്തിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിചയപ്പെടാത്തതിന്റെ പേരിലാണ്. എന്നതുപോലെ മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഈ മീലാദ് ശരീഫ് വരുമ്പോൾ ഈ പരിപാടികളൊക്കെ പങ്കെടുക്കാൻ നടത്തുക എന്നല്ലാതെ പല ആളുകളും അതിനുവേണ്ടി സജീവമാണ്. അൽഹംദുലില്ലാഹ് ഖൈറാണ്. മീലാദ് ശരീഫിന് വേണ്ടി സന്തോഷിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പോലും മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സന്തോഷിക്കണം എന്നാണ് അല്ലാഹുവിന്റെ കൽപ്പന. പക്ഷെ എന്നാൽ പോലും കേവലം ഈ പാട്ടുകളിലും മറ്റോ ഒതുക്കാതെ മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യഥാർത്ഥ മഹബത്ത് തന്റെ ജീവിതത്തിൽ ഓരോ സെക്കൻഡുകളിലും നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിക്കും, മുഅ്മിനീങ്ങൾ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മശായിഖന്മാരുടെ ബന്ധം കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ശൈഖുനാ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മളിങ്ങനെ കൂടെ കേൾക്കുന്നതിന്റെ പേരിൽ നമ്മൾ കതിർ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് കേൾക്കുന്നുണ്ട്. കാരണം പുതിയ ആളുകളൊക്കെ വലിയ പണ്ഡിതന്മാർ ഇവരെ സിൽസിലേക്ക് വരുമ്പോൾ ശൈഖുനാന്റെ ഒറ്റ സഹവാസം കിട്ടുമ്പോഴത്തേന് അവരാകെ അത്ഭുതപ്പെടുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഈ ആയത്തിന് ഇങ്ങനെ ഒരു വിശദീകരണം. ഇങ്ങനെ കൂടെ ഓരോ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ വീണ്ടും അവർ ചോദിക്കുകയാണ്, ഇതെന്നും ഇങ്ങനെ തന്നെയാണോ? അള്ളാഹുവിന്റെ ഫضل കൊണ്ട് അങ്ങനത്തെ ശൈഖന്മാരെ വന്ന് അള്ളാഹു നൽകിയിട്ടുണ്ട്. അപ്പം ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവരിൽ നിന്ന് തന്നെ ആയിരങ്ങളിൽ റസൂലുള്ളാഹി ശരിയായിരിക്കുന്ന രൂപത്തിൽ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കുറേ കാര്യങ്ങൾ കേൾക്കുക, അത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതിനേക്കാൾ അപ്പുറം സഹാബത്ത് റളിയല്ലാഹു തആല അവരൊക്കെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവർ കേവലം വെറും മഹബത്തും മാത്രം നിലനിർത്തിയ ആളുകളൊന്നുമല്ല. അവരുടെ ജീവിതം അവരുടെ ശരീരത്തിന് ശരിയായിരിക്കും തസ്കിയത്ത് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ ഖൽബിന് തസ്ബിയ കിട്ടിയിട്ടുണ്ട്, അവർക്ക് റൂഹിന് തസ്ലിയ കിട്ടിയിട്ടുണ്ട്, അവർ സിറിന് തഹരിയ കിട്ടിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഫضل ഇത് നാലും ഇന്ന് നമ്മുടെ മശായിഖ് ബഹുമാനപ്പെട്ട ശൈഖുനാ തഖവ്വലല്ലാഹു ഉംറഹു അവർ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യങ്ങൾ കേട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ എത്ര വളരെ സൂക്ഷ്മമായ രൂപത്തിലാണ് നമ്മുടെ മശായിഖന്മാർ നമ്മുടെ ഈ വിഷയത്തിൽ ശ്രദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര സൂക്ഷ്മമായിരിക്കുന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട ഖുതുബുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിർറഹു അവർ ഒരവസരത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുകയുണ്ടായി, ഖുലഫാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മുരീദന്മാർ മിനിമം ഒരു സ്വാലിഹെങ്കിലും ആ സ്വാലിഹത്തിന് മക്കാമെങ്കിലും കൈവരിച്ചിരിക്കണം. മുഅ്മിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മിനിമം സ്വാലിഹാവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരു സാലിഹാവണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ആ വഴിയിൽ റാഹശരീയത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മുടെ മശായിഖന്മാർ ഓരോന്നോരായി മനസ്സിലാക്കി തന്നുകൊണ്ടാണ് അവർ നമ്മൾ സുലൂക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കേവലം കേട്ട് മാർക്കിട്ട് പോട്ട ആളുകളല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് മുഅ്മിനീങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള 1ാം ക്ലാസ് പഠിച്ച ആളുകളാണ് 2ാം ക്ലാസ് ഉള്ളത് എന്നതുപോലെ ഈ രംഗത്ത് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം തുർക്കുകൾ, ധാരാളം ത്വരീഖത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ശരീരത്തിൽ പാടെ അകന്നുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടും പല കാര്യങ്ങൾ പറഞ്ഞിട്ടും ചെയ്തിട്ടും
അള്ളാഹുവിന്റെ ഫضل കൊണ്ട് മശായിഖന്മാരും ഇങ്ങനെ ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു ജാടകളില്ല, ഒരു കാട്ടിക്കൂട്ടലുകളില്ല, നാച്ചുറൽ ആയിക്കൊണ്ട് അവർക്ക് എന്തൊക്കെ കോലങ്ങളൊരു കെട്ട്, എന്തെല്ലാം ഡ്രസ്സുകൾ ധരിക്കാൻ ക്വാളിറ്റി അവർക്കുണ്ട്. നമ്മുടെ ശേഖനായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ബഹുമാനപ്പെട്ട ശേഖനാഥങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സ് നൽകട്ടെ, നമുക്കും നമ്മുടെ പരമ്പരയ്ക്കും അവർ ഇസ്തിഫാദ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. ആയതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങൾ ഇത്തരം സാസുകൾ ഇൻഷാ അല്ലാഹ് മുതലാക്കാൻ വേണ്ടി ഓരോരുത്തരും ഞാനടക്കം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സ് മാറ്റിയിട്ടും അല്ലാഹു നൽകട്ടെ. വർഷങ്ങളായി നടത്തി വരുന്ന ഈ സ്വലാത്ത് മജ്‌ലിസ് നമുക്ക് ഇന്നലെ കേട്ടതുപോലെ ധാരാളം ആളുകൾ ഈ പരിപാടിയിലൂടെ അൽഹംദുലില്ലാഹ് അവർ യാത്രയിലേക്ക് അവർ വരുന്നുണ്ട്. കുറേ ഹൈറാത്തുകളും